ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ്. ബി ബോട്ടിൽ ഫാക്ടറി രണ്ടാം ഘട്ടം. ജ്യൂസ് നിർമ്മാണവും ക്വാളിറ്റി ചെക്കും. ഇത് വീക്കിലി ടാസ്ക് ആണ്. ആദ്യം തന്നെ ലഭിച്ച ബോട്ടിലുകളിൽ ഉടമകൾ ജ്യൂസ് നിറയ്ക്കണം. ക്വാളിറ്റി ചെക്കിങ്ങിനായി ഒരു ബോട്ടിൽ ജ്യൂസ് പ്രത്യേകം കരുതി വെക്കണം. അറിയിപ്പ് ലഭിക്കുമ്പോൾ ജ്യൂസ് ബോട്ടിൽ ക്വാളിറ്റി പരിശോധിക്കുന്നതിനായി ക്വാളിറ്റി ഓഫീസർമാരായ ജിഷിൻ്റെയും അനുമോളുടെയും ഓഫീസിൽ കൊണ്ടുപോകണം. അനുമതി ലഭിക്കുന്നതിനനുസരിച്ച് വേണം ഓരോരുത്തരും ഓഫീസിനുള്ളിലേക്ക് കയറാൻ. അതുപോലെ തന്നെ വൃത്തി, മണം, ടേസ്റ്റ്, ഫില്ലിംഗ് ലെവൽ എന്നിവ സാമ്പിൾ ബോട്ടിനോട് നീതി പുലർത്തുന്നുണ്ടോ എന്ന് നോക്കിയാണ് ക്വാളിറ്റി ചെക്കർമാർ ഇത് അപ്രൂവ് ചെയ്യുന്നത്. അപ്രൂവ് ചെയ്ത ബോട്ടിലുകൾ പാസ്ഡ് എന്നെഴുതിയ ബാസ്ക്കറ്റിലും റിജക്റ്റ് ചെയ്ത ബോട്ടിലുകൾ ക്യാൻസൽ എന്നെഴുതിയ ബാസ്ക്കറ്റിലും ഇടണം. പിന്നീട് റിജക്റ്റ് ചെയ്ത ബോട്ടിലെ ജ്യൂസ് ഒഴിച്ചു കളഞ്ഞതിന് ശേഷം ഈ ബോട്ടിലുകൾ ബിഗ് ബോസിന് തിരികെ നൽകണം. അപ്രൂവ് ചെയ്തവ കമ്പനിക്ക് തിരികെ നൽകണം. കമ്പനി ഉടമകൾ ഈ ബോട്ടിലുകൾ ബിഗ് ബോസിന് തിരിച്ചു നൽകണം. ഇതിൻ്റെ പ്രതിഫലമായിട്ട് ബിഗ് ബോസ് ഇവർക്ക് കോയിനുകൾ നൽകും. ഈ കോയിനുകൾ ഏജൻറ്റുമാർ വീതിച്ച് നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യാം. ആർക്കൊക്കെ എത്ര കോയിൻ കൊടുക്കണം കൊടുക്കണ്ട എന്നൊക്കെ ഉള്ളത് ഈ കമ്പനി ഉടമകളുടെ ഉത്തരവാദിത്തമാണ്. അതായത് കമ്പനി ഉടമകൾ അനീഷും നെവിനുമാണ്. അപ്രൂവ് ചെയ്ത ഓരോ ബോട്ടിലിനും ഓരോ ഗോൾഡ് കോയിൻ വീതമായിരിക്കും ലഭിക്കുക. ഇങ്ങനെ ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഈ കോയിനുകൾ വിതരണം ചെയ്യണം. വീക്കിലി ടാസ്ക് അവസാനിക്കുമ്പോൾ ആരുടെ കയ്യിലാണോ കൂടുതൽ കോയിൻ ഉണ്ടാവുക അവർ അടുത്ത നോമിനേഷനിൽ നിന്നും മുക്തി നേടുന്നതാണ്. അതുപോലെ തന്നെ ക്വാളിറ്റി ഇൻസ്പെക്ടർമാരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് നേരിട്ട് ക്യാപ്റ്റൻസി മത്സരത്തിലേക്ക് കടക്കാവുന്നതുമാണ്. ക്വാളിറ്റി ഇൻസ്പെക്ടർമാർ ഒരാൾ ജിഷിനും ഒരാൾ അനുമോളുമാണ്.